Good morning, all of you. Welcome to SAS Academy. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസിന്റെ 11th ഫസ്റ്റ് ഹിന്ദി ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ചാപ്റ്റർ നെയിം അനുതാപ്. അനുതാപ് മത്ലബ് അനുകമ്പ യാ പശ്ചാത്താപ്. പശ്ചാത്താപം അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെയാണ് അനുതാപ് എന്ന വാക്കിന് അർത്ഥം. അനുതാപ് एक लघु कथा है. അനുതാപ് ഒരു ചെറുകഥയാണ്. इसके रचयिता है സുകേഷ് സാഹിനി ജി. അനുതാപ് की रचयिता है സുകേഷ് സാഹിനി ജി. അനുതാപ് എന്ന് പറയുന്ന ചെറുകഥയുടെ രചയിതാവാണ് സുകേഷ് സാഹിനി ജി. നിങ്ങളുടെ അനുതാപ് എന്ന ചെറുകഥയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് സുകേഷ് സാഹിനിയെ ജിയെ കുറിച്ചുള്ള ഒരു പേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് ശ്രദ്ധിക്കാം. ഉൻകെ ജൻ 5 सितंबर 1956 में उत्तर प्रदेश के लखनऊ में हुआ था. 1956 ഡിസംബർ 5-ാം തീയതി ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സുകേഷ് സാഹിനി ജി ജനിച്ചത്. ഉൻകെ പ്രമുഖ രചനായം ഹെ. അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ 3 തന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ ലഘുകഥാ സംഗ്രഹം 2 ഡരെ ഹുയെ ലോഗ് ഠണ്ഡി രജായി. അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹമാണ് മൈമ ഓർ അന്യ കഹാനിയാം. അദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുള്ള, അനുവാദ് മത്ലബ് ട്രാൻസ്ലേഷൻ, തർജ്ജിമ, അദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുള്ള രചനയാണ് ഖലീൽ ജിബ്രാൻ की ലഘുകഥായെ. पुरस्कार, उनको जो पुरस्कार मिला है उन जिसके बारे में यहाँ दिया गया है, डॉक्टर परमेश्वर गोयल लघुकथा सम्मान, माता शर्बदी देवी पुरस्कार, डॉक्टर മുരളി മനോഹർ ഹിന്ദി സാഹിത്യക് സമ്മാൻ. ഇങ്ങനെ 3 സമ്മാനങ്ങൾ, പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. വിശേഷതായം, അദ്ദേഹത്തിന്റെ വിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഹിന്ദി ലഘുകഥാ ക്ഷേത്ര സശക്ത ഹസ്താക്ഷർ. ഹിന്ദി സാഹിത്യത്തിലെ ചെറുകഥാ വിഭാഗത്തിലെ മഹത്തായ സാന്നിധ്യമാണ് ശ്രീ സുകേഷ് സാഹിനി जी. टूटते सामाजिक मूल्यों पर चिंता, ग्राम संस्कृति का भोला भाला चित्र, शहरी सभ्यता के खोखलेपन के पीछे भागते लोगों की व्यथा, निम्न मध्यवर्ग की पीड़ा और നിരാശ. അദ്ദേഹത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മൂല്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക, നഗര സംസ്കാരത്തെ അന്ധമായി അനുകരിക്കുന്നവരുടെ ദുഃഖം, ഗ്രാമീണ സംസ്കാരത്തിന്റെ ലളിതമായ ആവിഷ്കാരം എന്നിവയെല്ലാം സുകേഷ് സാഹിനി ജിയുടെ രചനകളിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ നിമ്നവർഗ, മധ്യവർഗ, അതായത് മിഡിൽ ക്ലാസ് ഫാമിലീസിന്റെ വിഷമങ്ങളും നിരാശാപൂർണമായിട്ടുള്ള യാഥാർത്ഥ്യ ജീവിതങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനകളിലൂടെ തുറന്നു കാട്ടുന്നുണ്ട്. ഇതാണ് സുകേഷ് സാഹിനി ജിയെ കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ സഹജീവികളോട് അനുകമ്പ തോന്നി തുടങ്ങുമ്പോഴാണ് മനസ്സ് പശ്ചാത്താപ വിഷമായി മാറുന്നു എന്ന് പറയുന്നത്, അല്ലെ? സഹജീവികളോടുള്ള ആ ഒരു അനുകമ്പ, സഹാനുഭൂതിയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പശ്ചാത്താപം ഉളവാക്കുന്നത്. നമ്മുടെ മറ്റുള്ളവരോട് എന്താ പറയുക, സഹാനുഭൂതി കാണിക്കാനും അനുകമ്പ കാണിക്കാനും എല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പശ്ചാത്തപിക്കാനും കഴിയുകയുള്ളൂ, അല്ലെ? അപ്പോൾ അത്തരത്തിൽ പശ്ചാത്താപത്തിന്റെയും അനുകമ്പയുടെയും കഥയാണ് അനുതാപ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ, ഈ ഒരു ചെറുകഥ. അപ്പൊ നമുക്ക് അനുതാപ് എന്ന ചെറുകഥയിലേക്ക് കടക്കാം. ഓക്കെ, അനുതാപ്. അനുതാപ് മത്ലബ് പശ്ചാത്താപം അഥവാ അനുകമ്പ. ബാബുജി ആയിയെ. ബാബുജി എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോട് കൂടി വിളിക്കുന്നതാണ് ബാബുജി എന്ന്. ഓക്കെ, बाबूजी आइए मैं पहुंचाए देता हूँ. एक रिक्शे वाले ने उसके नजदीक आकर कहा. नजदीक मीनिंग मतलब അടുത്ത്, വളരെ അടുത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, ബാബുജി ആയിയെ മേ പൗഞ്ചായെ ദേത്താ ഹും. ബാബുജി വരൂ, ഞാൻ നിങ്ങളെ എത്തിച്ചു തരാം. ഒരു ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത് വന്നു നിന്ന് പറഞ്ഞു. അസ്ലം അബ് നഹി ആയേഗ. അസ്ലം ഇനി വരില്ല. ക്യാ ഹുവാ ഉസ്കോ? റിക്ഷേമേം ബൈത്തെ ഹുയെ ഉസ്നെ ലാപർവാഹി സെ പൂച്ച. അപ്പോൾ ഒരാള് പുറത്ത് നിൽപ്പുണ്ട്, ഒരാൾ ഓഫീസിൽ എന്തോ പോകാൻ വേണ്ടി വഴിയിൽ നിൽക്കുന്നുണ്ട്. അയാൾ അടുത്തേക്ക് പോയി ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇന്ന് എത്തിക്കാം, ഓഫീസിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളോട് തന്നെ ഈ ഓട്ടോറിക്ഷക്കാരൻ പറയാണ്, അസ്ലം അബ് നഹി ആയേഗ. അസ്ലം ഇനി വരത്തില്ല എന്ന് ഓട്ടോറിക്ഷക്കാരൻ ആ യാത്ര ചെയ്യാൻ പോകുന്ന ആളിനോട് പറഞ്ഞു. അപ്പോൾ ആ യാത്ര ചെയ്യാൻ പോകുന്ന ആള് റിക്ഷയിൽ കയറി ഇരുന്നതിന് ശേഷം റിക്ഷയമേ ബൈത്തെ ഹുയെ ഉസ്നെ ലാപർവാഹി സെ പൂച്ച. ലാപർവാഹി എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി, കെയർലെസ്. അദ്ദേഹം റിക്ഷയിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹം വളരെ ശ്രദ്ധയില്ലാതെ, അശ്രദ്ധമായി അദ്ദേഹം ആ പുതിയ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, അസ്ലമിന് എന്തു പറ്റി? അസ്ലം കോ ക്യാ ഹുവാ? അസ്ലമിന് എന്തു പറ്റി? പിछले 4-5 ദിനോं से അസ്ലം ഹി ഉസെ ദഫ്തർ പൗഞ്ചാത്താ രഹാ ഥാ. അസ്ലമാണ് കഴിഞ്ഞ 4-5 ദിവസമായി ഇദ്ദേഹത്തെ ഓഫീസിലേക്ക്, ദഫ്തർ മത്ലബ് ഓഫീസിലേക്ക് കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. കൊണ്ടാക്കുക, പൗഞ്ചായ മത്ലബ് എത്തിച്ചു കൊടുക്കുക, എത്തിക്കുക. പൗഞ്ചായ ജാത്താ ഥാ, രഹാ ഥാ. അതായത് ഓഫീസിലേക്ക് അസ്ലമാണ് കഴിഞ്ഞ 4-5 ദിവസമായി ഈ യാത്രികനെ ഓഫീസിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ബാബുജി അസ്ലം നഹി രഹ.
അപ്പോ ഇയാള് ഈ യാത്രികൻ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ച ചോദ്യത്തിന് ക്യാ ഹുവ അസ്ലംകു, അസ്ലമിന് എന്ത് പറ്റി എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യത്തിന് ഓട്ടോറിക്ഷക്കാരൻ മറുപടി പറഞ്ഞത് എന്താണ്? ബാബുജി അസ്ലം നഹി രഹ, ബാബുജി അസ്ലം ഇപ്പോ ജീവിച്ചിരിപ്പില്ല എന്നാണ് പറഞ്ഞത്. ക്യാ ഉസേ ഷോക്ക് സാ ലഗ, ഹാ എന്ത് എന്ന് വളരെ ഷോക്ക് ആയതുപോലെ അദ്ദേഹം ചോദിച്ചു. ആരോട്? യാത്രികൻ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു. അപ്പൊ ഓട്ടോറിക്ഷക്കാരനോട് യാത്രികൻ പറയുകയാണ്, കൽത്തൂത് ഫല ചങ്കാ ഥ, ആ കഴിഞ്ഞ ദിവസം അയാൾ ഭയങ്കര ഫല ചങ്ക, വെൽ ആൻഡ് ഗുഡ്. ഫല ചങ്ക എന്ന് പറഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, വളരെ നല്ല രീതിയിലായിരുന്നല്ലോ, അയാൾക്ക് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ആരോഗ്യവാനായിട്ട് ഫീൽ ചെയ്തായിരുന്നല്ലോ, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബി ഥി, അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ ഓട്ടോറിക്ഷക്കാരൻ യാത്രികനോട് പറയുകയാണ്, ഉസ്കെ ദോനോ ഗുർദോമേ ഖരാബി ഥി, ഗുർദോ മത്ലബ് കിഡ്നി, അവന്റെ രണ്ട് കിഡ്നിയും തകരാറിലായിരുന്നു. ഖരാബി മത്ലബ് തകരാറിലായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഖാ ഥ, അസ്ലമിനോട് ഡോക്ടർ വണ്ടി ഓട്ടിക്കരുത്, ഓട്ടോറിക്ഷ ഓട്ടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത്, വിലക്കിയിരുന്നു. മനാ കർണ മത്ലബ് വിലക്കുക, വിലക്കിയിരിക്കുകയായിരുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയായിരുന്നു ഡോക്ടർ. എന്നിട്ടും ആര് ഓട്ടോറിക്ഷ ഓടിച്ചു? അസ്ലം ഓട്ടോറിക്ഷ ഓടിച്ചതായിരുന്നു. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ഥി, ഇങ്ങനെ പറയുമ്പോൾ ആ പുതിയ ഓട്ടോറിക്ഷക്കാരന്റെ ആ ഒരു ശബ്ദത്തില്, ആവാസ് മത്ലബ് ശബ്ദത്തിൽ വളരെ ഉദാസീനത, ഗഹരി ആഴത്തിലുള്ള ഉദാസീനത, ആഴത്തിലുള്ള ഒരു വിഷമം അയാളുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. कल आपको दफ्तर पहुंच जाकर लौटा तो पेशाब बंद हो गया था, अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറയുകയാണ് യാത്രികനോട്, കഴിഞ്ഞ ദിവസം താങ്കളെ ഓഫീസിലാക്കിയതിനു ശേഷം തിരിച്ചു വന്ന, ലൗട്ട്ന മത്ലബ് തിരിച്ചു വരുന്ന വഴിക്ക് പേശാബ് മത്ലബ് യൂറിൻ, ബന്ദ് ഹോ ഗയാ ഥാ, യൂറിൻ നിലച്ചിരുന്നു. അസ്പതാൽ ലേ ജാത്തെ സമയ ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ, രാസ്തേ മത്ലബ് വഴി, വഴിയിൽ വെച്ച് തന്നെ അയാൾ മരണമടഞ്ഞിരുന്നു. ആകെ വഹ കുച്ച് നഹി സുൻ സക, ഇത്രയും കേട്ടപ്പോൾ തന്നെ യാത്രികന് ആകെ വിഷമമായി, യാത്ര ചെയ്യുന്ന ആളിന് ഭയങ്കര വിഷമമായി. അയാള് ആകെ വഹ കുച്ച് നഹി സുൻ സക, മുന്നോട്ട് അയാൾക്കൊന്നും കേൾക്കാൻ സാധിച്ചില്ല. एक सन्नाटे ने उसे अपने आगोश में ले लिया, ഒരു സന്നാട്ടെ മത്ലബ് നിശബ്ദത, ഒരു നിശബ്ദത അയാൾ എന്ത് ചെയ്തു? ആലിംഗനം ചെയ്തു. ആഘോഷ് മേ ലേ ലിയ മത്ലബ് ആലിംഗനം ചെയ്യുക, ആഘോഷ് ആലിംഗനം ചെയ്തു. ഒരു നിശബ്ദതയിലേക്ക് അയാൾ അങ്ങ് മുഴുകി എന്നാ പറയുന്നത്. അപ്പോ ഇനി പറയുന്നതെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ ഈ യാത്രികൻ ആ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ആലോചിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കൽക്കി ഘടന ഉസ്കി ആഖോം കെ ആകെ സജീവ് ഹോടി, കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സജീവമായിട്ട്, ജീവസ്വമായിട്ട് മുന്നിലേക്ക് വന്നു. റിക്ഷ നട്രാജ് ടാക്കീസ് പാർ കർ ബഡേ ഠാക്കാനേക്ക് ഓർ ജാ രഹാ ഥാ, അസ്ലമിന്റെ ഓട്ടോറിക്ഷ നടരാജ് ടാക്കീസ് പാർ കർക്കെ, ക്രോസ് ചെയ്ത് എവിടേക്കുള്ള വഴിയിലേക്ക് പോകുകയായിരുന്നു? ഠാക്കാനെ മത്ലബ് പോസ്റ്റ് ഓഫീസ്, ബഡേ ഠാക്കാനെ, മെയിൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുകയായിരുന്നു. റിക്ഷ ചലാത്തെ ഹുയെ അസ്ലം ധീരെ ധീരെ കരാ രഹാ ഥാ और बीच बीच में एक हाथ से पेड़ पकड़ लेता था. ഈ ഓട്ടിച്ചുകൊണ്ട് ഈ ടാക്കീസ് പാർ കർക്കെ, ഈ ടാക്കീസ് ക്രോസ് ചെയ്ത് ഠാക്കാനേക്ക്, ബഡേ ഠാക്കാനേക്ക് ഓർ ജാത്തെ വക്ത്, ആ ഒരു പോകുന്ന വഴിയിൽ നമ്മുടെ അസ്ലം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. എന്താ? ഇടയ്ക്കിടയ്ക്ക് അയാളുടെ പേട്, വയറ്റിലൊക്കെ പക്കഡ് ലേത്താ ഥ, പിടിക്കുന്നുണ്ടായിരുന്നു. സാമനെ ഠാക് ബംഗ്ലെ തക് ചടായി ഥി, അടുത്ത് ഠാക് ബംഗ്ലെ, ഈ പോസ്റ്റ് ഓഫീസിന്റെ ആ വലിയ ബംഗ്ലാവ് വരെ വളരെ കയറ്റമുള്ള ഏരിയ, റോഡുകളായിരുന്നു. ഏക് ബാർ കി ഉസ്കി ഇച്ഛാ ഹുയി ഥി കി റിക്ഷേ സെ ഉത്തർ ജായേ, ഒരു നിമിഷത്തേക്ക് അസ്ലമിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ യാത്രികന് ഒരു നിമിഷത്തേക്ക് ഒരു ആഗ്രഹം തോന്നി, ഇറങ്ങി നടന്നാൽ എന്താ എന്ന് അയാൾ ഒരു നിമിഷത്തേക്ക് ആ യാത്രികനൊന്ന് ആഗ്രഹിച്ചു. അഗ്ലേ ഹി ക്ഷൺ, അടുത്ത നിമിഷം തന്നെ ഉസ്നെ ഖുദ് കോ സംജായാ ഥ, അടുത്ത നിമിഷം തന്നെ അയാൾ എന്ത് ചെയ്തു? സ്വയം മനസ്സിലാക്കി. എന്തെന്നാ അയാൾ മനസ്സിലാക്കിയത്? റോസ് കാ മാംല ഹെ, എന്നത്തെയും കാര്യമല്ലേ, റോസ് എന്നത്തെയും, മാംല കാര്യം, എന്നത്തെയും കാര്യമല്ലേ. കബ് തക് ഉത്തർത്താ രഹേഗ, ഉത്തർന മത്ലബ് ഇറങ്ങുക, എത്ര നാള് ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കും. ये लोग नाटक भी खूब करते रहते हैं, ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ നാടകം അഭിനയിക്കാൻ നല്ല അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഇൻകെ സാത്ത് ഹംദർദി ജതാന, ഹംദർദി മത്ലബ് എന്താ പറയുക, സഹാനുഭൂതി,
ജതാന ബേവകൂഫി ഹോഗി. ബേവകൂഫി മത്ലബ് മണ്ടത്തരം. ഇങ്ങനെയുള്ള ആൾക്കാരോട് സഹാനുഭൂതി കാണിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമായി പോകും. അനാബ് ഷനാബ് പൈസ മാങ്തേ ഹെ. ഒരു നോട്ടോ ഇല്ലാതെയാണ് കാശ് വാങ്ങിക്കുന്നത്. കുച്ച് കഹോ തോ അരെ ആം ഇസ്സത്ത് ഉതാർനെ പർ അമാധാ ഹോ ജാത്തെ ഹെ. അഥവാ എന്തെങ്കിലും പറഞ്ഞാലാണെങ്കിലോ പേശി നമ്മളെ എന്താ പറയണ, നമുക്കൊരു അഭിമാനമല്ലേ, അതിന് കളങ്കം വന്നു പോകും. അസ്ലം റിക്ഷേസെ ഉത്തർപട. ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നതാണ് കേട്ടോ ഈ യാത്രികൻ. നോക്കിയപ്പോ അസ്ലം റിക്ഷേസെ ഉത്തർപട. അസ്ലം ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ദാഹിനെ ഹാത്ത് ഗദ്ദി പർ ജമാക്കർ ചടായി പർ റിക്ഷ ഖീഞ്ച് രഹാ ഥ. ദായിനെ ഹാത്ത്, ഇടത്തെ കൈ ആ ഇരിപ്പിടത്തിലേക്ക്, ഗദ്ദി മത്ലബ് ഇരിപ്പിടത്തിലേക്ക് വെച്ചുകൊണ്ട് ചടായി പർ റിക്ഷ ഖീഞ്ച് രഹാ ഥ. ആ ഒരു കയറ്റത്തിലേക്ക് ഓട്ടോറിക്ഷയെ ഖീഞ്ചന, വലിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. വഹ് ബുരി തറ ഹാഫ് രഹാ ഥ. ഇങ്ങനെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹാഫ്ന കിതയ്ക്കുക, അയാള് വളരെ ക്ഷീണിതനായി തളർന്ന പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഗജ്ജെ സിർ പർ പസീനേക്ക് നന്നി നന്നി ബൂന്തേ ദിഖായി ദേനെ ലഗി ഥി. അയാളുടെ നെറ്റിയിലെല്ലാം പസീനെ, വിയർപ്പിന്റെ ചെറിയ ചെറിയ, നന്നി നന്നി ബൂന്തേ മത്ലബ് ചെറിയ ചെറിയ വിയർപ്പ് തുള്ളികളെല്ലാം അയാളുടെ നെറ്റിയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് കിസി കാർ കെ ഹോൺ സെ ചൗക്കർ വഹ് വർത്തമാൻ മേ ആ ഗയ. അപ്പോൾ ഏതോ ഒരു കാറ്, ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ അടുത്തുള്ള ഒരു കാർ എന്തോ പോയപ്പോൾ ഒരു ഹോൺ അടിച്ചു. ആ ഹോൺ കേട്ട് നമ്മുടെ യാത്രികൻ ഈ പഴയ കാലത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് പുതിയ ഈ പ്രസന്റിലേക്ക് വന്നു, വർത്തമാന കാലത്തിലേക്ക് എത്തി. റിക്ഷ തേസി സെ നടരാജ് സെ ടാക്ക് ബംഗ്ലായ് വാലി ചടായിക്ക് ഓർ ബഡ് രഹാ ഥ. നമ്മുടെ പുതിയ ഓട്ടോറിക്ഷക്കാരൻ നടരാജ് ടാക്കീസിനെ ക്രോസ് ചെയ്തുകൊണ്ട് വലിയ പോസ്റ്റ് ഓഫീസിന്റെ ആ ഒരു ചടായി കയറ്റത്തിലേക്ക് വണ്ടി ഓട്ടിക്കുകയായിരുന്നു, കയറ്റത്തിലേക്ക് പോകുകയായിരുന്നു. അപ്പൊ ഉടനെ തന്നെ യാത്രികൻ റിക്ഷാവാലയോട് എന്താ പറഞ്ഞേ? റുക്കോ. ഏകായേക് ഉസ്നെ റിക്ഷാവാലെ സെ കഹ. റിക്ഷാവാലയോട് നമ്മുടെ യാത്രികൻ പറഞ്ഞു, നിർത്തൂ, റുക്കോ, നിർത്തൂ എന്ന് പറഞ്ഞു. और रिक्शे ധീരെ ഹോത്തേ ഹി ഉത്തർപട. ധീരെ ഹോന മത്ലബ് സ്പീഡ് കുറയുക. റിക്ഷ ഒന്ന് സ്പീഡ് കുറഞ്ഞപ്പോഴത്തേക്കും തന്നെ ആര് പുറത്തിറങ്ങി? നമ്മുടെ യാത്രികൻ റിക്ഷയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഉത്തർപ്പണ, പുറത്തേക്ക് ഇറങ്ങി. റിക്ഷാവാല ബോധ് മസ്ബൂത് കദ്കാടി കാ ഥ. പക്ഷെ നമ്മുടെ അസ്ലമിനെ പോലെയൊന്നും അല്ല, ക്ഷീണിതനോ വയ്യായികയുള്ള ആളൊന്നും അല്ലായിരുന്നു ഈ പുതിയ ഓട്ടോറിക്ഷക്കാരൻ. അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു? മസ്ബൂത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ കദ്കാടി, ആരോഗ്യവാനായിരുന്നു. उसके लिए चढ़ाई कोई खास मायने नहीं रखती थी. ഈ ഒരു കയറ്റം അയാളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. ഉസ്നെ ഹൈറാനി സെ ഉസ്കി ഓർ ദേഖാ ഹെ. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും ഓട്ടോറിക്ഷക്കാരൻ ഒരു ഞെട്ടലോട് കൂടി ആരെ നോക്കി? ആ യാത്രികനെ ഒന്ന് നോക്കി. യാത്രികനെ നോക്കിയപ്പോൾ യാത്രികൻ എങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു? വഹ് കിസി അപരാധി കി ഭാന്തി. എന്തോ വലിയ തെറ്റ് ചെയ്ത ഒരു അപരാധിയെ പോലെ സിർ ചുക്കായേ, തല കുനിച്ചുകൊണ്ട് റിക്ഷയ്ക്ക് സാത്ത് സാത്ത് ചൽ രഹാ ഥ. ആ ഓട്ടോറിക്ഷയുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ആര്? നമ്മുടെ യാത്രികൻ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഈ ഒരു ചെറുകഥ അനുതാപ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്, നമുക്ക് സഹജീവികളോട് എപ്പോഴും ഒരു അനുകമ്പ തോന്നും അല്ലെ. നമുക്ക് എപ്പോഴാണോ നമ്മുടെ സഹജീവികളോട് നമുക്ക് നമ്മുടെ മനസ്സിൽ അനുകമ്പ തോന്നി തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ പശ്ചാത്താപവും ഉണ്ടാകുന്നത് അല്ലെ. അപ്പോൾ ഇതേമാതിരി സഹജീവികളോടുള്ള അനുകമ്പ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പശ്ചാത്തപിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുമാതിരി ഒരു സഹജീവികളോടുള്ള ആ ഒരു മനോഭാവമാണ് യാത്രികനെ ഇപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്താപ വിവശനായി കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കഥ. ഇതും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്താപത്തിന്റെയും അനുകമ്പയുടെയും ഒക്കെ ഒരു കഥയാണ് അനുതാപ് എന്ന് പറയുന്ന ഈ ഒരു ചെറുകഥ. ഓക്കെ, അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന്, ഉസെ ഷോക്ക് സാ ലഗ ക്യോ. അയാൾക്ക് ഷോക്കായിട്ട് തോന്നി. എന്തുകൊണ്ടാണ്? കൽ തക് സെ ദഫ്തർ ലേ ജാനെ വാലെ റിക്ഷവാല അസ്ലം की मृत्यु की खबर सुनकर उसको ഷോക്ക് സാ ലഗ. കഴിഞ്ഞ ദിവസം വരെ ഓഫീസിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഷോക്കായിട്ട് ഫീൽ ചെയ്തത് അല്ലെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവകൂഫി ഹോഗി. യഹാം യാത്രി കാ കौन सा മനോഭാവ പ്രകട് ഹോ രഹാ ഹെ. ഇവരോടെല്ലാം സഹാനുഭൂതി കാണിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമായി പോകും. ഇവിടെ ഒരു യാത്രികന്റെ ഏത് മനോഭാവത്തെയാണ് ഇവിടെ പ്രകടമാക്കുന്നതെന്നാണ്
क्वेश्चन നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? ഇപ്പോ दफ्तर वाले लोग हम हर दिन काम करके जीने वाले की कठिनाइयां नहीं समझता है, वो कामगार वर्गों की सदा शक और उदासीनता से देखने वालों की स्वार्थ का भाव यहाँ പ്രകട होता है അല്ലെ. അതായത് ഇപ്പോ ദഫ്തറിൽ ഈ ഓഫീസിലൊക്കെ എന്നും പോകുന്ന ആൾക്കാർ, ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാര് ഹർ ദിൻ കാം കർനെ ജീനെ വാലോം കി കഠിനായിയാം, അതായത് ഓരോ ദിവസവും അന്നന്നയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെ അവരെന്ത് ചെയ്യുന്നില്ല, സമജ്തേ നഹി ഹെ, മനസ്സിലാക്കുന്നില്ല അവരൊരിക്കലും. അങ്ങനെ ഈ കാംകാർ വർഗോങ്കി, ജോലി ചെയ്യുന്ന ആ ഒരു വർഗത്തിന്റെ സാധാരണ സാധാരണ അന്നന്നയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരോടുള്ള ആ ഒരു എന്താ പറയണേ, ഒരു സംശയത്തോടു കൂടിയും അതുപോലെ തന്നെ ഉദാസീനത, ഒരു എന്താ പറയണേ, ഒരു അലസത അലസതയോടും കൂടി അവരെ കാണുന്ന ആ ഒരു വർഗത്തിന്റെ സ്വാർത്ഥ ഭാവത്തെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. वह किसी अपराधी की भांति सिर चुकाए रिक्शे के साथ साथ चल रहा था. वह किसी अपराधी की भांति, ഏതോ ഒരു അപരാധിയെ പോലെയാണ് അദ്ദേഹം ഓട്ടോറിക്ഷയുടെ കൂടെ തലകുനിച്ച് നടന്നത്. എന്തുകൊണ്ട്? ക്യോം, എന്തുകൊണ്ട്? कल रिक्शा चलाते वक्त थकावट दिखाए असलम पर यात्री ने ध्यान नहीं दिया था. കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് थकावट, അതായത് വളരെ ക്ഷീണം പ്രകടിപ്പിച്ച നമ്മുടെ അസ്ലമിനെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. ഉസ്കി പരേശാനി കെ ബാരെ മേം പൂछा तक नहीं, അല്ലെ, അവന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്ന് ചോദിക്കുക പോലും ചെയ്തില്ല. ആജ് അസ്ലം കി മൃത്യു കി ഖബർ സുൻകർ വഹ് ചൗക് പട, ഇന്ന് അയാൾ ആ മനുഷ്യന്റെ മരണ വാർത്ത അറിഞ്ഞു വളരെ ഞെട്ടിയിരിക്കുകയാണ്. കൽക്കി ബാത്തെ സോച്ച് കർ, കഴിഞ്ഞ ദിവസം ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ആ ഒരു ചിന്തയാണ് किसी अपराधी की भांति सिर चुकाए रिक्शा के साथ साथ चलने के लिए उसे മജ്ബൂർ കർ ദിയ. അതായത് ആ കഴിഞ്ഞ ദിവസം അസ്ലമിനെ എനിക്കൊന്നും സഹായിക്കാൻ പറ്റിയില്ല എന്ന ആ അയാളുടെ ഒരു ചിന്താഗതിയാണ് ഇന്ന് ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി തല കുനിച്ച് ഒരു അപരാധിയെ പോലെ മുന്നോട്ട് നടക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസ് ആണിത്. മനസ്സിലാക്കി ആൻസർ എഴുതുക. നോ ബൈ ഹാർട്ട് സിസ്റ്റം ഒരിക്കലും നമുക്കൊന്നിനും ഉപകരിക്കില്ല. സോ മനസ്സിലാക്കുക, ഓൺവേർഡ്സ് എഴുതാൻ ട്രൈ ചെയ്യുക. അനുവർത്തിക്കാര്, വേറൊരു ഇതായിട്ട് നിങ്ങൾക്ക് അനുവർത്തിക്കാര് തന്നിരിക്കുന്നത് ഈ പ്രസംഗ് കിൻ കിൻ പാത്രവും സംബന്ധിത. ഈ തന്നേക്കുന്ന പോയിന്റ്സ് എല്ലാം, ഈ തന്നേക്കുന്ന സംഭവങ്ങളെല്ലാം ഏതൊക്കെ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കിൻ കിൻ പാത്രവും സംബന്ധിത, ഏതൊക്കെ ക്യാരക്ടേഴ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉസേ ഷോക്ക് സലക, ആർക്കാണ് ഷോക്കായത്? യാത്രിക്കു. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസ്തി, ആരുടെ ശബ്ദത്തിലാണ് ഒരു ആഴത്തിലുള്ള ഒരു വിഷമം നമുക്ക് കാണാൻ സാധിച്ചത്? നയെ റിക്ഷേ വാലേക്ക്. ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയ, അവൻ വഴിയിൽ വെച്ച് തന്നെ മരണമടഞ്ഞു. ആരാണ് വഴിയിൽ വെച്ച് മരണമടഞ്ഞത്? അസ്ലം. കൽക്കി ഘടന ഉസ്കി ആഖോം കെ ആകെ സജീവ് ഹൂടി, കഴിഞ്ഞ ദിവസത്തെ സംഭവം അയാളുടെ കണ്ണിന് മുന്നേ ഒരു ജീവസ്വമായി മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. ആരുടെ മുന്നിലേക്കാണ് തെളിഞ്ഞു വന്നത്? യാത്രിക്ക്. ഏക് ബാർ കി ഉസ്കി ഇച്ഛാ ഹുയി കി റിക്ഷേ സെ ഉത്തർ ജായേ, ഒരു നിമിഷത്തേക്ക് അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലോ എന്നൊരു ആഗ്രഹം തോന്നി. ആരുടെ മനസ്സിലാണ് തോന്നിയത്? യാത്രിയുടെ മനസ്സിൽ, യാത്രക്കാരന്റെ മനസ്സ്. കിസി കാർ കെ ഹോൺ സെ ചൗക്കർ വഹ് വർത്തമാൻ മേ ആ ഗയ, ഏതോ ഒരു കാറിന്റെ ഹോൺ അടി കേട്ട് ഞെട്ടിയാണ് അയാൾ വർത്തമാൻ പ്രസന്റിലേക്ക് വന്നത്. ആരാണ്? യാത്രി. उसके लिए यह चढ़ाई खास मायने नहीं रखती थी, അയാൾക്ക് ഈ ഒരു കയറ്റം അത്ര വലിയ സംഭവം ഒന്നും അല്ലായിരുന്നു. ആർക്ക്? നയേ റിക്ഷേ വാലേക്ക്, പുതിയ ഓട്ടോറിക്ഷക്കാരന്, അല്ലെ. വഹ അപരാധി കി ഭാന്തി സിർ ചുക്കായെ ചൽ രഹാ താ, അയാൾ ഒരു അപരാധിയെ പോലെ തല കുനിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആരാണ് അയാൾ? യാത്രികൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തന്നേക്കുന്നതെന്ന് പറയുന്നത് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡയറി തന്നിട്ടുണ്ട്. ഡയറി എല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പോർഷൻസ് ഒക്കെ, ഡയറിയൊക്കെ. അപ്പൊ ഡയറിയിൽ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതൊരു പേജ് ആയിട്ട് കണക്കാക്കിയാൽ ഈ പേജിന്റെ ടോപ്പ് എൻഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഡേറ്റ് എഴുതുക. ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡയറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എഴുതേണ്ടതായിട്ട് ഈ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പാരഗ്രാഫ് പോലെ നമ്മുടെ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം, അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്ററിനെ റിലേറ്റഡ് ആയിട്ടാണോ ക്വസ്റ്റ്യൻ തരുന്നത് ആ പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡയറി എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒള്ളി നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ടോപ്പ് പോർഷനിലായിട്ട് നമ്മുടെ ഡേറ്റ് എഴുതുക. ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയറി ഇപ്പോൾ എവിടെ തന്നേക്ക് നോക്കിയേ, യാത്രിക മൻ സംഘർഷ സെ ഭരാധ, ആ യാത്രികന്റെ മനസ്സ് സംഘർഷത്താൽ നിറഞ്ഞതായിരുന്നു. വഹ അപ്ന
സംഘർഷ ഡയറി में लिख रहा है. അയാളുടെ ആ ഒരു സംഘർഷം ഡയറിയിലേക്ക് എഴുതുകയാണ്. വഹ് ഡയറി ലിഖിയെ, ആ ഒരു ഡയറി എഴുതൂ. അസ്ലം കി മൃത്യു കെ ഖബർ, അന്നൊക്കെ അയാൾ കേട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് അസ്ലമിന്റെ മരണ വാർത്ത, അസ്ലം കെ പ്രതി അപ്നി വ്യവഹാർ, കഴിഞ്ഞ ദിവസം താൻ അസ്ലമിനോട് കാണിച്ച ആ ഒരു സ്വഭാവം, പിന്നെ ഹംദർദി കാ ഭാവ്, സഹാനുഭൂതിയുടെ കുറവ്, പശ്ചാത്താപം പശ്ചാത്താപത്താൽ നിറഞ്ഞ അനുകമ്പ, ഇതൊക്കെയാണ് നമുക്ക് തന്നേക്കുന്ന 4 പോയിന്റ്സ്. ഈ പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ആ യാത്രികന്റെ ഡയറി നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പ് എൻഡിലായിട്ട് ഡേറ്റ് എഴുതണം. ഇപ്പോൾ രവിവാർ ആണെന്ന് വെച്ചോ, ഇന്ന് രവിവാറാണ്. അപ്പോൾ രവിവാർ ഡേറ്റ് ഇപ്പോൾ 27/8/2020 അല്ലെങ്കിൽ 27/3/2020 എന്നാണോ ഡേറ്റ്? രവിവാർ, സോംവാർ, രവിവാർ, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അന്നത്തെ ഡേറ്റ്, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ്, ആ ഡേറ്റ് റെഡിയാക്കി വെക്കുക, ഡേറ്റ് എഴുതുക, ആ ഡേയും കൂടെ അന്ന് എഴുതുക, ഡേറ്റ് എഴുതുക, അന്നത്തെ ഡയറി എഴുതുക. അപ്പോൾ ഈ ഒരു ഡയറി എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? അസ്ലം കാ ചഹര മേരെ സ്മൃതി പട് से हटते नहीं, रोज मुझे दफ्तर पहुंचाने वाला असलम अब नहीं रहा, यह खबर सुनकर मुझे शौक सा लगा, कल रिक्शा चलाते समय वह बहुत थकी हुई नजर आई थी, उन्हें देखकर मेरे मन में हमदर्दी की भावना जाग उठी, तुरंत मन में यह विचार आया कि शायद यह उनका नाटक होगा, इसलिए मैं रिक्शा पर बैठ रहा, अब मेरा मन पश्चाताप से भरे है, काश मुझे असलम की बीमारी का पता होता तो निश्चय ही उसकी सहायता करता, पश्चाताप से उत्पन्न अनुताप ने मेरे मन को विह्वल कर दिया, मैं एक अपराधी की तरह सिर झुकाए दफ्तर की ओर चला. അല്ലേ? ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് വേണമെന്നുള്ളവർക്ക് പറഞ്ഞത് കേട്ട് എഴുതിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി നിങ്ങൾ ഡയറി ആയിട്ട്, നോ പ്രോബ്ലം. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അസ്ലമിന്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നതേ ഇല്ല, അയാളാണ് എന്നും എന്നെ ഓഫീസിലേക്ക് കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു ഈ ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഷോക്ക് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ദിവസം റിക്ഷ ഓടിച്ച സമയത്ത് അയാൾ വളരെയധികം ക്ഷീണിച്ചതായിട്ട്, അയാൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് അയാളെ എന്ത് ചെയ്യായിരുന്നു, ഞാൻ അയാളോട് ആ ഒരു സഹാനുഭൂതി, അപ്പോൾ അയാളെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ആ ഒരു നിമിഷം എൻ്റെ മനസ്സിലേക്ക് എന്ത് കടന്നു വന്നു? വേണ്ട, ഇത് ചിലപ്പോൾ അയാളുടെ അഭിനയമാണെന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ എൻ്റെ മനസ്സ് പശ്ചാത്താപത്താൽ നിറഞ്ഞിരിക്കുകയാണ്. പശ്ചാത്താപസേ ഭരാഹെ, നിറഞ്ഞ മനസ്സാണ്. ഒരു പക്ഷേ എനിക്ക് ഇന്നലെ അസ്ലമിന്റെ അസുഖത്തിനെ പറ്റി എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അയാളെ സഹായിക്കുമായിരുന്നു. പശ്ചാത്താപത്തിൽ നിന്ന് ഉടലെടുത്ത ആ ഒരു അനുകമ്പ എൻ്റെ മനസ്സിനെ വളരെയധികം ഉലയ്ക്കുകയാണ്. ഞാൻ ഒരു അപരാധിയെ പോലെ ഇന്ന് ആ ഓട്ടോറിക്ഷയോടൊപ്പം നടന്ന് എൻ്റെ ഓഫീസിലേക്ക് നടന്നു എന്ന് എഴുതി അവസാനിപ്പിക്കുമായിരിക്കണം അദ്ദേഹം, അല്ലെ? അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ, ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ ഓക്കെയാണ് നിങ്ങളുടെ ഡയറി. ഓക്കെ, ടോപ്പിൽ നിങ്ങളുടെ ഡേറ്റ് എഴുതുക, ഡേ ആൻഡ് ഡേറ്റ് പ്ലസ് ഈ പോയിന്റ്സ് എഴുതിയാൽ डायरी रेडी. ओके, सो അടുത്ത നോക്കിയേ, नीचे दिए मुद्दों के आधार पर अनुताप शीर्षक की सार्थकता पर अपना विचार प्रकट करें. താഴെ തന്നേക്കുന്ന ഈ പോയിന്റ്സിനെ ആധാരമാക്കിക്കൊണ്ട് അനുതാപ് എന്ന് പറയുന്ന ഈ ഒരു ശീർഷക് മതലബ് ടൈറ്റിൽ എത്രത്തോളം അർത്ഥവത്താകുന്നു, സാർത്ഥകത അതിന്റെ അർത്ഥവത്താകുന്നു എന്നുള്ളത് പ്രകടമാക്കാനാണ് പറയുന്നത്. പാഠ്യ കേന്ദ്രഭാവ് കോ സൂചിത് കർത്താ ഹെ, കേന്ദ്രഭാവത്തിനെ സൂചിപ്പിക്കണം. ചരം സീമാ തക് പഠനെ കി പ്രേരിത് കർണ, അങ്ങനെ ഒരു പ്രേരണ. സംക്ഷിപ്ത് പർ സ്പഷ്ട, ആ ഒരു ഇത് വിശദീകരണത്തിൽ എത്രത്തോളം സ്പഷ്ടത. സാർത്ഥക് ഏവം സംഗത്, അർത്ഥവത്തായിട്ടുള്ളത്, അല്ലെങ്കിൽ അതില് എത്രത്തോളം അതിന്റെ സംഭവത്തിന് എത്രത്തോളം യാഥാർത്ഥ്യകത ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സിനെല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അനുതാപ് എന്ന് പറയുന്ന ഈ ഒരു പേര് ഈ ചെറുകഥയ്ക്ക് എത്രത്തോളം അർത്ഥവത്താകുന്നു എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും നമ്മൾ ഇത് എഴുതുമ്പോഴത്തേക്കും അനുതാപ് എന്ന് പറയുന്ന കഥ ആരുടേതാണെന്ന് ഒരു സെന്റൻസ് നമ്മൾ എന്തായാലും എഴുതേണ്ടി വരും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഒരു ആൻസർ നിങ്ങൾക്കൊന്ന് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരാം. കഴിയുന്നവരെ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, सुकेश साहिनी की लघु कथा है अनुताप. अनुताप शब्द का अर्थ है हमदर्दी या पश्चाताप, साथ ही दूसरों के दुख में साथ रहना या अनुकंपा करना.
कहानी के मुख्य पात्र यात्री के मन में असलम के प्रति सहानुभूति थी। रिक्शे से उतरकर वह उसकी मदद करने को भी सोचा था, लेकिन उनके दुख में भाग लेने का विचार यात्री के मन में नहीं आया। अंत में रिक्शे वाले के मुंह से असलम की मृत्यु का खबर सुनकर यात्री का हृदय हमदर्दी से उत्पन्न अनुताप से विह्वल हो उड़ी। नया रिक्शे वाला मजबूत था और उसे रिक्शा चलाने में कोई दिक्कत नहीं थी। फिर भी वह रिक्शा रोकने को कहा और पैदल चलने लगा। असल में असलम की मृत्यु उसे बिल्कुल बदल दिया था। दूसरों के प्रति हमदर्दी दिखाना ही नहीं, उनके दुख में भाग लेना भी यात्री की आदत बन गई। कहानी का शीर्षक पूरी कहानी पढ़ने की प्रेरणा देती है। कहानी का केंद्र भाव यात्री के मन में उत्पन्न अनुताप की भावना है। इस दृष्टि से देखें तो कहानी का शीर्षक अनुताप बहुत ही सार्थक है। അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ സുകേഷ് സാഹിനിജിയാണ് ഈ കഥ എഴുതിയ ആളെന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുതാപ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിലിന്റെ മീനിങ് എന്താണെന്നുള്ളത് ഒന്ന് സ്പഷ്ടമാക്കണം. ഹംദർദി അല്ലെങ്കിൽ അനുതാപ്, പശ്ചാത്താപിയ, അനുകമ്പയാണെന്നുള്ളത് എഴുതണം. അതിനുശേഷം അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള യാത്രികന്റെ മനസ്സിൽ അസ്ലമിനോടുള്ള ഒരു സഹാനുഭൂതിയും അയാളോട് കഴിഞ്ഞ ദിവസം അയാളിൽ സംഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുകളിൽ അന്ന് സഹായിക്കാൻ പറ്റാത്ത ആ ഒരു ദുഃഖഭാവവും അതെല്ലാം അയാളുടെ ഈ യാത്രികന്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോ ഈ നയേ റിക്ഷവാലെ പുതിയ റിക്ഷവാല ആരോഗ്യവാനായിരുന്നു, മസ്ബൂത്തായിരുന്നു, അതുപോലെ തന്നെ കദ്കാടിയായിരുന്നു. എന്നിട്ട് പോലും അയാളുടെ മനസ്സിൽ ആ അസ്ലമിനോടുള്ള ആ ഒരു കാണിച്ച അല്ലെങ്കിൽ അസ്ലമിന് അങ്ങനെ സംഭവിച്ചതിൽ തനിക്കും ആ ഒരു പങ്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ അയാൾ എന്ത് ചെയ്യുന്നു, അയാളെ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അസ്ലമിന്റെ ആ ഒരു മരണ വാർത്ത അല്ലെങ്കിൽ അസ്ലമിന്റെ മരണം യാത്രികനെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരിക്കുകയാണ് അല്ലെ. അയാൾ മറ്റു ആൾക്കാരോടുള്ള ആ ഒരു ഹംദർദി ദിഖാന, അതായത് ആ സഹാനുഭൂതി കാണിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക എന്ന് പറയുന്നത് യാത്രികന്റെ ഒരു ആദത്തായി മാറി, എന്ന് വെച്ചാൽ ഒരു ശീലമായി മാറി. അസ്ലമിന്റെ മരണം അദ്ദേഹത്തിനെ അത്രമാത്രം പിടിച്ച് ഉലച്ചിരിക്കുന്നു. കഹാനിയുടെ ശീർഷക്, ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ നമ്മളെ ഈ കഹാനി വായിച്ചു തീർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിലാണ് അനുതാപ് എന്ന് പറയുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള യാത്രികന്റെ മനസ്സിൽ ഉത്പന്നമാകുന്ന അനുതാപ് കി ഭാവന, പശ്ചാത്താപത്തിന്റെ ആ ഒരു ഭാവന, അനുകമ്പയുടെ ആ ഒരു ഭാവന എന്ന് പറയുന്നത് ഈ കഹാനിയുടെ കേന്ദ്ര ഭാവത്തിനെ തന്നെ സ്പഷ്ടമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ശീർഷക് അനുതാപ് എന്ന് പറയുന്നത് ബഹുത് ഹി സാർത്ഥക് ഹെ, വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ ഒരു ലഘുകഥയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ ആൻസേഴ്സ്. വേണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. സോ പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതിയാൽ മതിയാവും നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഡയറിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനുതാപ് എന്ന ശീർഷക എത്രത്തോളം അർത്ഥവത്താക്കുന്നു എന്നുള്ള പോയിന്റ്സും ഈ പോയിന്റ്സ് എഴുതിയാൽ മതിയാകും. സോ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വാച്ച് മൈ വീഡിയോസ്. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. താങ്ക് യു.